വലിഞ്ഞു കയറി വരുന്ന തേവിടിച്ച് സ്ത്രീകളെ പോലെയുള്ള ആളുകൾക്ക് മറുപടി തരാൻ ഗ്ലോറി എനിക്കറിയാടി. ഗ്ലോറി നിന്നെ പോലുള്ള ഗ്ലോറി ഗ്ലോറി തേവിടിച്ചുകളെ നേരിട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലബ് ഹൗസിൽ നടക്കുന്നത്. ഗ്ലോറി എന്നാൽ ഗ്ലോറി നിന്റെ കെട്ടിയോന് കഴുകത്തില്ലെങ്കിൽ നീ നാട്ടുകാരുടെ മണ്ട കയറാൻ നടക്കരുത്. Yep, that's me. You're probably wondering how I ended up in this situation. ഇല്ല എടാ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്റെ തെറിവിളിയല്ല വേണ്ടത്. ഞാൻ എപ്പിസോഡായിട്ട് നിന്റെ റൂമിൽ വന്ന് നടത്തി തരാം. നിനക്ക് ധൈര്യം ഉണ്ടോ? തന്റെ ഉണ്ടോ? നീ പോടാ അവിടുന്ന്. നിന്റെ പെമ്പർനോത്തി അതാണെന്നും പറഞ്ഞത് നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അതല്ല. നിന്റെ അമ്മ ഉണ്ടാക്കിയത് എങ്ങനെ? നിന്റെ സെൻട്രൽ പാസ് ഉണ്ടാക്കിയതല്ലേടാ നിന്നെ? കാണമില്ലാത്തവനെ. ആ അതായത് ഇവന്റെ അമ്മ ഇവന്റെ തന്തയാരൻ ഇവൻ അറിയത്തില്ല. കാരണം ഇവനെ ഉണ്ടാക്കിയത് ഇവന്റെ സെൻട്രൽ പാസ്റ്റാ. മീശയില്ലാതെ നടക്കുവാണ് ആണെന്നത്. നാണമില്ലാത്തവനെ. എന്നിട്ട് കണ്ട പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് നീ എന്നാ പറഞ്ഞ മെറ്റിൽഡേ വേശ്യെന്ന് വിളിച്ചോണ്ട് അവൾ ഓടിപ്പോയത് ഞാൻ. നീ പോയി വല്ല പണി നോക്കടാ പുല്ലേ. മനസ്സിലായോ? ആദ്യമായിട്ട് അത് നിന്റെ തള്ള. അതുപോലെ നീ ഉണ്ടാക്കിയേക്കുന്ന നിന്റെ മക്കളെ ആദ്യം കൊടുപ്പ് നിന്റെ സെൻട്രൽ പാസിന്റെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്യും. നിന്റെ പെമ്പറന്നോട് ചോദിച്ചേക്ക് ആരാ എന്റെ മക്കളുടെ തന്താന്നുള്ളത്. മനസ്സിലായടാ മാറി? അവനെന്താ അവിടെ അപരാധം വിളിച്ച് പറയണ? ഞാൻ മൈക്കെടുത്ത് ഇപ്പൊ ടിസൺ ഓടും. ടിസൺ അത്രേ ഉള്ളൂ. ഞാൻ മൈക്കെടുത്ത് ഇപ്പൊ ഓടും. പോയി ആരാ ഞങ്ങളുടെ ടിസൺ സാറിനെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുന്നേ? പോയി കുറച്ചു നേരം കൂടെ അവസരം കൊടുക്കാമായിരുന്നു. കുറച്ചു നേരം കൂടെ നമുക്ക് സംസാരിക്കാമായിരുന്നു ടിസനോട്. ടിസണ് ഭയങ്കര സ്ത്രീകൾക്ക് ഓടിയതല്ലേ അവനെ ഇറങ്ങി. അതാണ് അവനെ അധിക്ഷേപിക്കുന്ന ഭയങ്കര പാടില്ല. അതെ താഴെ ഇരിക്കുന്നേ, താഴെ ഇരിക്കുന്നേ. ഇവനാരെങ്കിലും താഴേക്ക് എടുത്തിട്ടതാണോ അതോ താഴെ ഇറങ്ങിയതാണോ? താഴെ പോയതായിരിക്കും. ഞാൻ പറഞ്ഞു അനാമിക നമുക്ക് ചീത്ത പറയാതെ. എന്നാ ഇൻവൈറ്റ് കൊടുക്ക. എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊടുത്തു. ഡിസംബർ ഇന്നലെ പ്രിൻസ് നല്ല തന്തയ്ക്ക് ജനിക്കണം. സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. അതുപോലെ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ ചെയ്യുവോ? നീ ആർക്കുണ്ടായതാടാ? നീ ഏത് വിത്തുകാളയ്ക്കുണ്ടായ വേനമാടാ നീ? നിന്നെ തെറി വിളിക്കുകയല്ല. കാരണം തെറി വിളിച്ചിട്ട് കാര്യമില്ല. കാരണം തെറി വിളിക്കുന്ന പിന്നെ ആ വിളിക്കുന്നവർ നാണം കെടുവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതിന് പോലും പറ്റിയല്ല. നിന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് പോലും വിളിക്കാൻ പറ്റിയല്ലടാ. അതിനേക്കാൾ വലിയ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് വളരുന്ന ഒരു പുഴുവുണ്ട്. നീ കണ്ടിട്ടുണ്ടോ അത്? അതൊന്ന് തുറന്നു നോക്കണം. അതിനകത്ത് ഇങ്ങനെ ഞൊളയ്ക്കുന്ന ഒരു പുഴുവുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് നീ. പിന്നെ ബാക്കിയുള്ളത് നിന്റെ തന്തയും നിന്റെ തള്ളയും നിന്റെ മക്കളും നിന്റെ പെമ്പർനോത്തിയും. മനസ്സിലായോ? നീ ഇതൊക്കെ കൊണ്ടുപോയി യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചോടുന്നു നിനക്ക് വല്ല തോന്നലും ഉണ്ടെങ്കിൽ അത് വെറുതെയാ. മെറ്റിൽഡയെ ഉണ്ടാക്കിയ ആളല്ല എന്നെ ഉണ്ടാക്കിയത്. അതുപോലെ നിന്നെ ഉണ്ടാക്കിയ സെൻട്രൽ പാസ്റ്റ് അല്ല എന്നെ ഉണ്ടാക്കിയത്. മനസ്സിലായോടാ? തന്തയ്ക്ക് ജനിക്കണം. തന്തയ്ക്ക്. അവൻ ഇവിടെ വരുന്ന പെണ്ണുങ്ങളെ മുഴുവൻ എന്നിട്ട് മെറ്റിൽഡയെ ഞാൻ അങ്ങനെ ചുവന്ന തെരുവിലുണ്ടായ മറ്റവളാണ് അവള്. എടാ നിന്റെ പെമ്പർന്നത്തേക്ക് ഇങ്ങനെ നടക്കുന്ന സമൂഹത്തിലുള്ള സ്ത്രീകൾ അങ്ങനെയല്ലടാ. ഞങ്ങളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാ. ഈ ഒരുത്തന്റെ ഒരു മണം അടിച്ചൊന്നും വേണ്ട, ഒരു പുരുഷന്റെ ഒരു ഇത് കണ്ടെന്നും വേണ്ട കയറിപ്പോയി മലന്ന് വെച്ച് കൊടുക്കുന്നവളല്ല ബാക്കിയുള്ളവര്. ആദ്യമായിട്ട് നീ ഹോട്ടലിലാണോ പണിയെടുക്കണേ? നീ നേഴ്സ്. എടാ നിനക്ക് മര്യാദക്ക് യേശു ക്രിസ്തു എന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തു യഹോവ പോലും യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ ശപിക്കുകയാണ്. നീയും നിന്റെ കുടുംബവും നശിച്ചു പോകട്ടെ. മനസ്സിലായോ? അവനവിടെ ഇരുന്നോണ്ട് ക്ലിപ്പുകൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിന്റെ യൂട്യൂബിനകത്ത് ഇടത്തുമ്മ മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ യൂട്യൂബിനകത്ത് കിട്ടിയിട്ട് അതിന്റെ അകത്ത് കിട്ടുന്ന എച്ചില് തെന്ന് ജീവിക്കുന്ന ഇലതക്കി പട്ടിയുടെ കിറുതക്കി പട്ടി, വൃത്തികെട്ട ജന്മമേ. നീ ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. നീ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ, ഈ ക്ലബ് ഹൗസിനകത്തുള്ള സകല ജനങ്ങളെയും നീ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പറഞ്ഞ കേട്ടോ. ഞാനേ ജനല് ക്ലോസ് ചെയ്യട്ടെ. എന്റെ ഹസ് പറഞ്ഞ് ജനല് ക്ലോസ് ചെയ്തിട്ട് സംസാരിക്കാം. പറഞ്ഞു മനസ്സിലായോടാ? ഏലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി. അതുകൊണ്ട് ഇനി മേലില്
നീ ഇത് കൊണ്ടുപോയി ക്ലബ് ഹൗസിന് യൂട്യൂബിനകത്ത് ഇട്ടതുകൊണ്ട് എന്റെ ജീവിതം പോകാനോ? ഇനി അഥവാ വൃത്തികെട്ട അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേശ്യാസ്ത്രീ, ഫോട്ടോ നിൽക്കും. നിനക്ക് ഇതൊന്നും ഒരു വിഷയമല്ലെന്ന് ആ അറിയാം. കണ്ട പറയടാ ചോണ പറയടാ പറ. തെരുവിലുണ്ടായ നിന്നെ പോലെയുള്ള അലവലാദികൾക്ക് ഇതൊന്നും വിഷയമല്ലെന്ന് അറിയാം. പക്ഷെ നിന്നെ പോലെയുള്ള സാമൂഹ്യ ദ്രോഹികൾ, ഈ ക്ലബ് ഹൗസിലെ പിശാചുക്കൾ ആരാന്ന് ഞാൻ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നിന്നെയൊക്കെ കണ്ടു അത് ഈ കഴിഞ്ഞാൽ ക്ലബ് കാർക്കിച്ച് ഹൗസിലുള്ള തുപ്പുന്ന സമൂഹം എല്ലാവർക്കും എന്ന അറിയാം. രീതിയിൽ ഈ ഞാൻ ക്ലബ് എത്തിച്ചേരും. ഹൗസിനകത്തുള്ള സാമൂഹ്യ അതുകൊണ്ട് ദ്രോഹിയാണ് നീ നിന്റെ അത്രയും എന്നുള്ളത് വൃത്തികെട്ട എല്ലാവർക്കും തന്നെ ഒരു അറിയാം. സ്ത്രീ ഈ ക്ലബ് ഹൗസിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തോ. ഗ്ലോറി 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 ഗ്ലോറി. മാർക്ക് ചുണയില്ലാതെ കണ്ട കേട്ട കണ്ട പറ പറ. കെട്ടിയവന്മാർക്ക് ചോണയില്ലെങ്കിലുണ്ടല്ലോ വല്ല പെങ്കോന്നന്മാർ നല്ല കുട്ട അടി തന്ന് മര്യാദക്ക് വീട്ടിൽ നിർത്താൻ കഴിവില്ലാതെ കെട്ടിയവന്മാരുടെ ഉം, മണ്ടയ്ക്കും കയറി നാട്ടുകാരുടെ പുരുഷന്മാരുടെ മണ്ടയ്ക്കും കയറി നടക്കുന്ന ഉം. പോയോ? ആരെങ്കിലും അടിച്ചു വിട്ടതാണോ? അടിച്ചു വിടരുത് കേട്ടോ നിന്നെ അവനെ. പോലെയുള്ള ഉം. ഈ വലിഞ്ഞു കയറി വരുന്ന തേവിടിച്ച് സ്ത്രീകളെ പോലെയുള്ള ആളുകൾക്ക് മറുപടി തരാൻ ഗ്ലോറി എനിക്കറിയാടി. ഗ്ലോറി നിന്നെ പോലെയുള്ള ഗ്ലോറി ഗ്ലോറി തേവിടിച്ചുകളെ നേരിട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലബ് ഹൗസിൽ നടക്കുന്നത്. ഗ്ലോറി എന്നാൽ ഗ്ലോറി. നിന്റെ കെട്ടിയോന് ഉം. കഴുകത്തില്ലെങ്കിൽ നീ നാട്ടുകാരുടെ മണ്ട കയറാൻ നടക്കരുത്. പണ്ട യഹോവ ഉം. പിശാചാണെന്ന് പറയുന്ന ആ ആളുകളുടെ കൂടെ ഇരുന്ന് യഹോവ കത്തോലിക്ക പിശാചാണ്. നാറ്റിച്ചുകൊണ്ട് കത്തോലിക്ക പിശാചല്ല. സഭയിൽ യഹോവ നാറ്റിച്ചുകൊണ്ട് സാത്താനാണ്. നിന്നെ പോലെയുള്ള ലക്ഷണങ്ങളുള്ള കൊമ്പുകളുള്ള സ്ത്രീയാണ് നീ എന്ന് ഞാൻ പിന്നെ വിശ്വസിക്കുന്നു. നീ ഞാൻ ഒരു സ്ത്രീയെ പറഞ്ഞ കുറിച്ച് പറഞ്ഞ യഹോവ വേശ്യാസേക്കളും സാത്താൻ. മോശപ്പെട്ടവളെന്നാണ്. നീ ഒരു തേവിടിച്ചാണെന്നും നിന്റെ കെട്ടിയവൻ അതിനുള്ള കപ്പാസിറ്റിയിലാണെന്നും കണ്ട പുരുഷന്മാരുടെ പുറകെ കയറി നടക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലടി. ഇത് ഉം. അനാമിക നീ എന്താണെന്ന് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ഞാൻ ഈ പറഞ്ഞത് നീ ഉം. കേട്ടിക്കോ. ഞാൻ ഈ പറഞ്ഞ ആ. ഒരു വേശ്യ സ്ത്രീയെ നോക്കി മുഖത്ത് നോക്കി ഞാൻ വേശ്യ എന്ന് തന്നെ വിളിക്കും. നിന്റെ കെട്ടിയവന് കടകത്തില്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ നിന്റെ കയറി മേയുന്നുണ്ട്, ഞാനുള്ള ഉത്തരവാദി. ഉം. കഴിഞ്ഞോ? എടാ എടാ നീ എടാ 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 ഇടുന്നതിന്റെ ആണുങ്ങളെ നാണം കെടുത്തല്ലടാ പട്ടി. അല്ല, ഇവർ ഈ തെറി വിളിക്കാൻ വേണ്ടി തന്നെയാണ് നീ ഇടുന്നതിന്റെ പോസ്റ്റിന്റെ താഴെ ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതുപോലെ ഞാൻ അവിടെ അങ്ങ് പോസ്റ്റ് ചെയ്യുക. പിന്നെ നിന്റെ പാമ്പ്ലാനി പിതാവിനെ നീ കാണാറുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞു. നീ തലശ്ശേരി ഏത് ഇടവകയില? നീ പറ, അവിടേക്ക് ഞാൻ വരാം. നിന്റെ ഇടവക ഏതാ നീ പറ. എന്തൊക്കെ പറയാത്തവൻ. അവൻ തലശ്ശേരിയിലെ ഇടവകയിലെ പിന്നെ കൊണസാൻഡറാണ്. മര്യാദക്ക് ക്രിസ്തു എന്ന് വരെ പറയുന്നത്, യേശു ക്രിസ്തു. എന്നിട്ട് പാമ്പ്ലാനിയോട് ഏതാണ്ടൊക്കെ പറഞ്ഞ് CCC-യോ എന്നതാ KSCB-യോ എന്തൊക്കെയാ നീ അയച്ചു കൊടുത്തേക്കണത്? മര്യാദക്ക് എഴുതാനും വായിക്കാനും നിനക്കറിയോ? ഹോട്ടൽ ജീവനക്കാരൻ എപ്പം നോക്കിയാലും പാത്രം കഴുകലേ പണിയുള്ളൂ. കുറെ ദിവസം എന്നെ ഞാൻ വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. യേശു ക്രിസ്തു നിന്റെ ഇടവക നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ മേലോട്ട് കയറി വേണ്ടത് നിന്റെ ഇടവക ഏതാന്ന് പറയടാ. ഞാൻ ഒരു ഇടവകയിൽ അംഗമല്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല. അവിടെ ഞാൻ വരും. ഇങ്ങനെ ഒരു ടിഫൻ അവിടെ ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണല്ലോ. തലശ്ശേരി ഇടവക. ഞാൻ കണ്ണൂരുകാരിയാ. സോഷ്യൽ മീഡിയ കയറി ഇരുന്നോണ്ട് അവൻ വചന പ്രഘോഷണമാണ്. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല ഇപ്പൊ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയില്ലേ? ഈ ക്ലബ് ഹൗസിനകത്തുള്ള പൊതു ശത്രു അത് നീയാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും തന്നെ അനാമിക, അറിയാം. ഇത് അതുപോലെ എനിക്കൊരു 2 മിനിറ്റ് സമയം തരണേ അനാമിക. എനിക്കൊരു വൈഫ് യെസ്, സെറ്റ് കണ്ടിന്യൂ. ചെയ്യാൻ ആള് ഇനി നീ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറയാം. ഞാൻ അതെ 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 ഇന്നലെ ഞാൻ അവിടെ പോയിരിക്കുവാണ് പ്രിൻസിന്റെ അടുത്ത്. എടോ തന്നെ ഞാൻ ആദ്യം ഇച്ചിരി ഒരു മാന്യത എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് യഹോവയുടെ നാമത്തിലോ എന്തുവായിരുന്നു ഞാൻ ഇവിടെ ഈ ഗേ ആയിട്ടുള്ള ആൾക്കാരെ പോലും മാനിക്കുന്ന ആളാണ്. താനൊക്കെ ഏത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്? പറ. ഞാൻ ഇന്നും താനെന്ന് വിളിക്കുന്നത് എന്റെ മാന്യത. നീ അവിടെ നീ എന്നൊക്കെ വിളിച്ചിരുന്നല്ലോ. നീ അവിടെ നീ എന്നും മനസ്സിലായി. ഞാൻ എപ്പോഴും എന്റെ മാന്യത സൂക്ഷിക്കുന്ന ആളാണ്. അത് ഈ ശിഖണ്ഡി ആണെങ്കിൽ പോലും ഈ ആണും ജീവിക്കുന്നവരാണ്. എന്റെ നെയ്ബേഴ്സ് അവർ. അവർക്ക് പോലും മാന്യത ഉണ്ടോ? തന്നെക്കാൾ മാന്യത ഉണ്ട്. തനിക്ക് എത്ര യോഗ്യത ഉണ്ടോ ഈ ബൈബിൾ എടുത്തു നടക്കാൻ? ഓടിയുണ്ടോ? അപ്പൊ ഓടും. ഇത് എത്ര ഉള്ളൂ. എന്റെ വാ തുറന്ന ദുരാത്മാക്കൾ നിൽക്കത്തില്ല. പുള്ളി പറയാ ഇന്നലെ ഇവിടെ പോക്ക് കണ്ട ഇതിപ്പോ ഷിബുവിന്റെ കൂടെ പൊറുതി തുടങ്ങുന്നു. ചെറ്റേ, ഞാൻ ആട്ടുന്നതിന് നീ പോയത് നന്നായി. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലാണെന്ന് വിചാരിക്കരുത്. നിനക്ക് പെണ്ണുങ്ങൾ എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനുള്ളൂ? നിന്റെ പുസ്തകം പിതാവിന്റെ പുത്രനെ എന്റെ നേരിൽ കണ്ട പല്ലടിച്ച് തീർപ്പിക്കും. നിന്റെ പുസ്തകം താഴെ വെപ്പിക്കും. ആദ്യം ഒരു പുസ്തകമുണ്ട്, ഒരു യഹോവയുണ്ട്. ആദ്യം ജീവിക്കാൻ പഠിക്കണോ ആദ്യം. അല്ലെ സ്ത്രീകളെ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയുടെ ഇപ്പൊ ശരിയാക്കി തരുന്നു. നാണം കെട്ടവനെ, ആണുമല്ല പെണ്ണും അല്ലാത്തവൻ നീയാണ് വചനം പറയാൻ പോകുന്നത്. നിന്റെ വചനം ഒരു പട്ടി പോലും നോക്കുന്നില്ല ഇവിടെ, അറിയാവോ? ഒറ്റയാണ് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എന്തോ വചനം പറഞ്ഞു? ഞാൻ ജീവിച്ചു കാണിക്കും ആദ്യം. നീ ആദ്യം ജീവിച്ചു കാണിക്കും. ഞാൻ വചനം പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായ ധൈര്യമുണ്ട്, എനിക്ക് ക്യാരക്ടറുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. മനസ്സിലായി? നീ എൻകൗണ്ടർ എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ? അതിന്റെ ധൈര്യം. അങ്ങനെ ധൈര്യം വേണം. ഞാൻ ആരെ തെറി പറഞ്ഞിട്ടില്ല, ആരെ വഴക്കോ. ഈ പറഞ്ഞത് നീ സംസാരിച്ച് ഞാൻ കേട്ടിട്ട്. മനസ്സിലായോ? എന്തായിരുന്നു പറഞ്ഞ ഡിസംബർ എന്തോ ഇന്നലെ നിലമ്പൂർ എടുത്തെന്ന് പറഞ്ഞേ?
നമ്മുടെ ഷിബു പാസിന്റെ കൂടെ പൊറുതിയാവും. താൻ എന്തിനാണോ ബൈബിൾ എടുത്തു നടക്കുന്നത്? നാണം കെട്ടവനെ. താൻ എന്തോടോ ആരെ കുറിച്ചാണോ പറയുന്നത്? യഹോവ ഭക്തൻ. യേശു ക്രിസ്തു. തനിക്ക് നാണം ഉണ്ടോടോ? അവൻ യേശു ക്രിസ്തുവിനെ എടുത്തോണ്ട് നടക്കണത്. മെറ്റിൽഡ ഞാൻ ചീത്ത വിളിച്ച് ഓടിച്ചത് നാണം കെട്ട സ്ത്രീകളെ ചീത്ത വിളിക്കുന്നതാണോ തന്റെ യഹോവയുടെ ഭക്തി? എന്റെ ദൈവത്തെ പറഞ്ഞോ, എന്റെ ദൈവത്തെ പറഞ്ഞോ, എന്റെ ദൈവത്തെ പറഞ്ഞോ. താൻ മുസ്ലിം, നിന്നേക്കാളും മുസ്ലിങ്ങളും അല്ലാമല്ലോടാ. ഞങ്ങളെ കിട്ടി കഴുത്തറുത്ത് കൊല്ലുമല്ലോ നീയൊക്കെ യഹോവ വേണ്ടെന്ന് പറഞ്ഞപ്പോ. ഇതൊക്കെയാണല്ലോ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. ഞാനിവിടെ വന്നുകൊണ്ട് തന്റെ എല്ലാ കളി വിളിച്ചിട്ടായി. ഇസ്മായിൽ താഴെ കേൾക്കുന്നുണ്ട്, കുറെ നിരീക്ഷകൾ കേൾക്കുന്നുണ്ട്. നിന്നെയൊക്കെ ആൾക്കാർ ഇന്നും കൊല്ലാതിട്ടേക്കെന്ന് അറിയാമോ? ഈ പറഞ്ഞ അവർക്ക് ദൈവത്തെ പേടിയുള്ളതുകൊണ്ട്. നീയൊക്കെ പറയുന്ന ദൈവത്തെ അവർക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കൊല്ലാതെ ഇപ്പോഴും ഇട്ടേക്കുന്നത്. എന്തൊക്കെ ചീത്തയെന്ന് അറിയാം അനാമിക അവിടെ നിന്ന് പറയുന്നത്. ഒരു പിതാവിന്റെ പുത്രന്റെ വരെ എനിക്ക് നേരെ കിട്ടിയ ഞാൻ പറഞ്ഞില്ല, ഡമ്പൽ എടുത്ത് പുള്ളിയുടെ മറ്റേ അണ്ടകടാൻ കൂടി ഒരു ചവിട്ട് കൊടുക്കാൻ. കേട്ടിരിക്കുന്ന ഒരു മര്യാദ ഇല്ലെന്നേ. സാധാ ആൾക്കാർ സംസാരിക്കത്തില്ല, സാധാ ആണുങ്ങൾ സംസാരിക്കില്ല അനാമിക ഇങ്ങനെ. ഞാനിവിടെ ഇംഗ്ലീഷ് വേൾഡ് എത്ര ആൾക്കാരെ കാണുന്നു. ഞാൻ പറഞ്ഞു 3 സായിപ്പന്മാരുടെ കൂടെ ഒരു വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പീരീഡ്സ് വരുമ്പം അവര് തന്നെ വേണമെങ്കിൽ ടാബ്ലറ്റ് വേണോ റെജീന, എന്തൊക്കെ രീതിയിലാണെന്നറിയോ ഈ മലയാളി ഈ പൊട്ടന്മാർ എന്നെ കുറെ, എല്ലാരും അല്ല കുറെ ഭട്ടന്മാര് ഒരു സ്ത്രീയെ കാണിക്കുന്ന അവന്റെയൊക്കെ അഭിമാനം. തന്റെ എന്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. തനിക്കൊരു മോളുണ്ടോടോ? തനിക്കൊരു മോളുണ്ടോ? തന്റെ മോളെ താൻ ഇങ്ങനെയാണോ വളർത്തുന്നത്? അപ്പൊ നമ്മുടെ നാട്ടിൽ ആർക്കും ധൈര്യത്തോടെ നിൽക്കാൻ പറ്റത്തില്ലോ. അതിനെങ്ങനെ ഇന്ദിരാഗാന്ധി പോലും വെടിവെച്ച് പോകുന്ന പാർട്ടികളാണ് ഇന്ത്യക്കാർ. അതിനകത്ത് നിന്റെയൊക്കെ ബൈബിള് പിന്നെ അതിനിടെ കൂടെ. നീ ശൈലജ ടീച്ചറൊന്നും കണ്ടിട്ടില്ലേ? പൊളിറ്റിക്സിലുണ്ടല്ലോ. എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലെ താനൊരു കത്തോലിക്കാരനാണെങ്കിൽ കന്യാസ്ത്രീമാരുണ്ടല്ലോ, മദർ തെരേസ ഉണ്ടല്ലോ. തനിക്ക് എന്തൊരു സ്ത്രീയെ കാണുമ്പോൾ ചൊണോണൊപ്പന്നെ പ്രിൻസിന്റെ കൂടെ അല്ല ഷിബുവിന്റെ കൂടെ മിണ്ടാൻ പാടില്ല. പക്ഷെ തനിക്കും ഷിബുവിനും എല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഇടയ്ക്ക് ഏറ്റിയിടല്ലേ നാണം കെട്ടവനെ. താൻ എന്താ പറഞ്ഞ? എന്റെ മക്കളൊക്കെ ഇട്ടിട്ട് ഞാൻ ഷിബുവിനോട് പൊറുതിക്കുന്നു. ചെറ്റെ ഇത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കും. സോറി കേട്ടോ. നിന്നെ പെണ്ണുങ്ങളൊക്കെ കൂട്ടിട്ട് അല്ല അടിക്കാന്ന് പറഞ്ഞത്. കോശിച്ച എന്നോട് ഞാൻ വന്നേക്കണു പട്ടി പ്രിൻസ് നിലമ്പൂര് പുള്ളി എടുക്കണം. പോയി. പ്രിൻസ് നിലമ്പൂര് പറയാണ് എന്തായിരുന്നു ഷിബു പാസ് എടാ പരനാറി ഒരു വചനം. കോശിച്ച സോറി കേട്ടോ. തങ്കുവറിന്റെ ഞാൻ അവിടെ ഇരുന്നതാ. ഒരു വചനം പഠിപ്പിക്കുന്നവരുടെ ആത്മീയ ഗുരുക്കളും ആത്മീയ സഹോദരങ്ങളും ആയാലും അറിയാവിടെ പരനാറി ഡിസം ബ്രദറെ അറിയോ? നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നെ അങ്ങയുടെ കൂടെ പൊറുതി ആവൂന്നല്ലടാ പരനാറി. ഞാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ ഡ്യൂട്ടിക്ക് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പക്ഷെ ഞാൻ നിനക്കൊക്കെ വേണ്ടിയിട്ട് കരയുന്ന എന്നെ വേണം അടിക്കാൻ ആദ്യം. ചെറ്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ. എനിക്ക് പറഞ്ഞ ഒന്നുകൂടെ പറയാൻ വയ്യ. കാര്യം എന്താ പറയുക, സോജിബറിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. സോജിബർ എന്നെ ബഹുമാനം. ഞങ്ങൾ കുറച്ച് കർത്താവിന് വേണ്ടിയിട്ട് ഒന്നുള്ള ഓടിയിട്ടുള്ളൂ. നിന്റെയൊക്കെ പോലെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധ നമ്മൾ ഡാൻസ് കളിക്കാനും ഞങ്ങൾ ഡ്രീ അഡിക്ഷനും ഞാൻ കിട്ടിയ അന്നത്തെ കിട്ടിയ വെളിപ്പാടിലൊക്കെ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. മുതലിവിടെ ഉണ്ടായിരുന്നോ? താഴെ ഇരുന്ന് കേൾക്കുകയാണല്ലോ. നീ നാട്ടുകാരെ മുഴുവൻ ശപിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് ഇത്രേ പറയുന്നുള്ളൂ, എന്നോട് പറയാ കർത്താവ് നിന്നെ ശാസിക്കട്ടെ. വായിന്ന് വരുന്ന ഇന്നലെ പറയും ഇവളുടെ വായിന്ന് വരുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ വായിന്ന് വരുന്ന വാക്ക് കേൾക്കാതല്ലാണ് ഞാൻ പ്രസവിച്ചത്. നിനക്കെന്തോ അറിയണം? ഞാനേ ഓഫീസിൽ വന്നപ്പോ ഞാൻ കുറച്ചേറെ ഒരുത്തനെങ്ങനെ ടടടേന്ന് കേടാ നിന്റെ പെങ്ങളവിടെ ടീച്ചറെ പട്ടിത്തല് ഞാനൊക്കെ. അല്ല ഞാൻ ഇന്നലെ സഹോദരൻ അവിടെ പോയിരുന്നു കേൾക്കുന്നു. എത്ര അവൻ എന്റെ ദൈവത്തെ പറഞ്ഞ ഞാൻ അവളെ മറ്റേ എന്തായിരുന്നു ഷിബുവിന്റെ താടി കൂടെ ഒലിച്ചു വരുന്ന അവിടെ കൂടെ അവളെ മിക്കവാറും 5 മക്കളുണ്ട്. ഇങ്ങനെ ഞാൻ നിന്റെ യഹോവ പിശാച് കുട്ടിച്ചാത്ത 2 കൊമ്പും 4 ദംശകളും ഉള്ള കുട്ടിച്ചാത്തല്ല മുതുപിശാചവൻ. ഇവന്റെയൊക്കെ സ്വഭാവം കണ്ട് അറിയത്തില്ലേ അവൻ നമുക്ക് മനസ്സിലാവും. ഇവരെയൊക്കെ ഭരിക്കുന്ന ആരാന്ന് മനസ്സിലാവുമല്ലോ. ഈ ആത്മീയ അസൂയ എന്ന സംഭവം ഉണ്ട്. നിനക്കൊരു വെളിപ്പാട് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം സഹോദര. നിങ്ങൾക്കൊരു വെളിപ്പാട് ദൈവം തന്നിട്ട് ചെയ്യണം. മറ്റവന്റെ ആസനത്തിൽ കൂടെ എന്തോ വരുന്നെന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കരുത്. ഇവിടെ ഈ മെറ്റിഡാന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ടാവും കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിക്കുകയും നല്ല ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുന്നു. ഇവൻ തെറി വിളിച്ച് ഇവൻ എന്തെങ്കിലും പറഞ്ഞ പെണ്ണുങ്ങളെ പിടിച്ച് വെടി ഇങ്ങനത്തെ വർത്താനം പറയുള്ളൂ. ഒരു രീതിയിൽ ഒരു വിചാരം ഇല്ലാത്ത ഒരുത്തനായി ഈ ടിസം എന്ന് പറഞ്ഞ ആ എത്ര പ്രായമുള്ള ആളാന്ന് പറയാം. അതിനെ തെറി വിളിച്ച് ഇവർ എന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് ഞാനാണ് മെറ്റിൽഡാനെ ഇവിടുന്ന് തെറി പറഞ്ഞ് ഓടിച്ചത്, നിന്നെ ഓടിക്കുന്നു പറഞ്ഞൊക്കെ ഇവിടെ നടക്കണേ. ഇന്നലെ പറഞ്ഞു ഞാൻ മെറ്റിൽഡ ചീത്ത വിളിച്ച് അവൾക്ക് ഇത്രയും നാണമുണ്ട്, ഇവൾ അതിനേക്കാളും മൂത്ത എന്തായിരുന്നു ഷിബിനേക്കാളും മൂത്ത പിശാച്, ഇവള് പോകത്തില്ല. ഞാനിപ്പോ പോവാ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിട്ട് പോയി തരാം ഇവിടുന്ന്.
ഞാൻ രണ്ട് നേരത്തെ ആട്ടിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന നവി, ഒന്നുകൂടെ ആട്ടണോ ഇനി? ചെറ്റേ, നീ എന്തോ പറഞ്ഞേ? ആട്ടും തന്നെ പോയി, നീ ഇത് കേട്ട് നോക്കണം. നീ എന്തോ പറഞ്ഞ അവിടെ ഇരുന്നിട്ട് ഷീ പാസ് കൂടെ പൊറുതി മുട്ടുന്നല്ലേടാ?